ടെമോ എന്ന് പറഞ്ഞ ഒരു ചൈനീസ് ആപ്പിൽ നിന്ന് മേടിച്ചാണ്. നമ്മൾ ഷീന് ഒക്കെ പോലെ ഒരു ആപ്പാണിത്. അപ്പോൾ ആദ്യമായിട്ടാണ് ഈ ആപ്പിൽ നിന്ന് ഞാൻ സാധനം വാങ്ങിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് പ്രോഡക്റ്റ് എന്ന് വെച്ചാൽ ഒരു ഓയിൽ ബോട്ടിലാണ്. ഇതിങ്ങനെ സ്പ്രേ ചെയ്യാൻ പറ്റും നമുക്ക്. ഫസ്റ്റ് തന്നെ ഇതാണ്. ഓക്കെ, അടുത്തത് വന്നിട്ട് ഞാനൊരു ബോ വാങ്ങിച്ചു. ഹെയർ ബോ അല്ല, സോറി, ഹെയർ ബാൻഡ് എന്താന്ന് പറയാം. അതന്നെ. ഇതെങ്ങനെയാണ്? ഓക്കെ, ഇങ്ങനെ മുടി കുരുങ്ങുന്നുണ്ടോ? ആ, ഇതാണ് നെക്സ്റ്റ് വൺ. അത് എനിക്ക് ഉപയോഗിക്കാൻ പറ്റും, എനിക്ക് വേണമെങ്കിൽ പ്രവിക്ക് വിടാൻ പറ്റും. പ്രവിക്ക് ഈ മുടി വളരുന്ന സമയത്തൊക്കെ അത് വയ്ക്കാൻ പറ്റും. അടുത്ത പ്രൊഡക്റ്റ് ഇതാണ് കേട്ടോ. അത് വളരെ ചെറുതാണല്ലോ. ഇത് ചെറുതാണ്, വളരെ ചെറുത്. ഇത് എന്താന്ന് വെച്ചാൽ നമ്മുടെ ഈ പ്ലാസ്റ്റിക് കടയിൽ നിന്നൊക്കെ മേടിക്കുന്നത്, നമ്മളിപ്പോൾ പ്ലാസ്റ്റിക് കവറില്ലേ, അപ്പോൾ അത് ഇങ്ങനെ ഇട്ട് വെക്കാൻ വാങ്ങിച്ചതാണ്. പക്ഷേ ഇവിടെ ഒരുപാട് കവറുകളുണ്ട്. അപ്പോൾ ഇത് വളരെ ചെറുതാണ്. ഇത് വളരെ ചെറുതായിപ്പോയി. ഇവിടെ ഒരുപാട് കവർ ഇതുപോലെ നമ്മൾ സാധനം മേടിക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ അങ്ങനെ പ്ലാസ്റ്റിക് കവേഴ്സ് ഇല്ലല്ലോ. ഇവിടെ പക്ഷേ ഇങ്ങനെ നമ്മൾ ഇപ്പോൾ നെസ്റ്റോയിലും ലുലുവിലൊക്കെ പോവുകയാണെങ്കിൽ നമ്മളുടെ എത്ര പ്രോഡക്റ്റ് ഉണ്ടോ അതിനനുസരിച്ച് നമുക്ക് പ്ലാസ്റ്റിക് കവറുകൾ കിട്ടും. അപ്പോൾ ഇവിടെ പിന്നെ നമ്മളത് ആ കവറിലൊക്കെയാണ് നമ്മൾ വേസ്റ്റൊക്കെ, കിച്ചൺ വേസ്റ്റൊക്കെ നമ്മൾ ഇട്ട് വെച്ചിട്ട് ആ കവേഴ്സാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് നമുക്ക് സൂക്ഷിക്കാൻ പറ്റും. ഇത് വളരെ ചെറുതാണ് കേട്ടോ. വലുതുണ്ടെങ്കിൽ അത് സൂക്ഷിക്കാൻ എളുപ്പമാണ്. ഞാൻ ഇത് ഇടുമ്പോൾ കാണിച്ചു തരാം. ഇത് പറ്റത്തില്ല. അടുത്ത പ്രൊഡക്റ്റ് ഇത് നമുക്കില്ലേ വളരെ ആവശ്യമുള്ള ചില സാധനങ്ങളൊക്കെ ഇതിൻ്റെ ആപ്പിൽ നിന്ന് കിട്ടും കേട്ടോ, ചൈനീസ് ആപ്പിൽ നിന്നൊക്കെ. പിന്നെ ഇത് വിചാരിച്ച് ഇതുണ്ടോ, നമ്മൾ വേസ്റ്റ് കിച്ചണിലെ ഡസ്റ്റും കിച്ചണിൽ നമ്മൾ പാത്രമൊക്കെ കഴുകുന്നതിൻ്റെ അതിൽ വെക്കാനുള്ളത്. വാഷ് ബേസിൻ്റെ അവിടെ, വാഷ് ബേസിനല്ലേ ഇത്. നമ്മുടെ കിച്ചണിൽ മറ്റേ വേസ്റ്റ് വെള്ളമൊക്കെ പോകത്തില്ലേ പാത്രം കഴുകുന്ന അവിടെയൊക്കെ, അപ്പോൾ അവിടെ ഇങ്ങനെ വെക്കാൻ വേണ്ടിയിട്ടാട്ടോ. അടുത്തത് ഇതൊരു വാച്ചിൻ്റെ സ്ട്രാപ്പാണ്. ഇത് പ്രവിയുടെ ആപ്പിൾ വാച്ചിന് വേണ്ടിയിട്ടാണ്. ഇത് അൺബോക്സ് ചെയ്യുന്നില്ല, നോർമൽ സാധാരണയാണ്. ഹെയർ ക്ലിപ്പ് മേടിച്ചു. ഹെയർ ക്ലിപ്പ് നല്ല ക്യൂട്ടായിട്ട് ചെറുത്. പ്ലാസ്റ്റിക് ആണ് കേട്ടോ, പ്ലാസ്റ്റിക് ടൈപ്പാണ്. നമുക്കിങ്ങനെ മുടിയൊക്കെ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ക്ലിപ്പ് ചെയ്യാം. നൈസ്, ബാക്കിൽ നൈസാന്ന് വിചാരിക്കുന്നു. ഇതാ 1 2 3. അടുത്ത പ്രൊഡക്റ്റ് ഒരു ഹെയർ ഓയിൽ ബോട്ടിലാണ് കേട്ടോ. ഞാൻ വിചാരിച്ചത് കുറച്ച് വലുതാണ്, കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. കണ്ടോ, ഇതിങ്ങനൊരു ഇതൊക്കെ ഉണ്ട്. ഇങ്ങനെ നമ്മൾക്ക് ഹെയർ ഓയിലൊക്കെ അപ്ലൈ ചെയ്യാൻ ഉപയോഗിക്കാം. ഓക്കെ, ഇത് അടുത്ത സാധനം നമ്മുടെ ഇങ്ങനെ ഡെന്റൽ ഫ്ലോസ് എന്ന് പറയുന്നത്. നമ്മളിങ്ങനെ പല്ലിലൊക്കെ ഇങ്ങനെ ചിക്കനൊക്കെ കുടുങ്ങി കഴിഞ്ഞാൽ നമ്മൾ നോൺ വെജ് ഒക്കെ കഴിച്ച് കഴിഞ്ഞാൽ പല്ലൊക്കെ കൊടുക്കത്തില്ലേ, അപ്പോൾ അതിന് യൂസ് ചെയ്യുന്നത്. ഇത് ഞാൻ അൺബോക്സ് ചെയ്യുന്നില്ല. അടുത്ത് ഞാൻ വാങ്ങിച്ചത് ഇത് കണ്ടോ, അതിൻ്റെ കുട്ടി കുട്ടി സാധനങ്ങൾ. അതിൻ്റെ ഒരു പേരെനിക്കറിയില്ല. ഇത് എന്തിനാന്ന് വിളിച്ചാൽ എനിക്ക് ചില റിങ്ങുകൾ ഭയങ്കര ലൂസാണ്. അപ്പോൾ ഇത് നമുക്ക് അതിലിങ്ങനെ നമ്മളെ ആവശ്യത്തിനനുസരിച്ചായിട്ട് സൈസ് നോക്കിയിട്ട് നമുക്ക് ഇടാം. കണ്ടോ, ഇത് നമ്മൾ ടെലിഫോണിൻ്റെ ഒക്കെ വയറില്ലേ, അതുപോലത്തെ ഒരു സാധനമാണ്. അത് ഇതിനുള്ളിൽ ഇങ്ങനെ ചുറച്ച് ഇടാൻ തോന്നുന്നു ചെയ്യാം. ഇട്ട് നോക്കണം സെറ്റ് ആവുമെന്ന്.
അടുത്ത പ്രൊഡക്റ്റ് ഇതായിരുന്നു. വേറെ ഒരു ചെറിയ സിസറാണ്. ഈ സിസർ എന്തിനാണെന്ന് വെച്ചാൽ ക്യൂട്ടികൾ കട്ട് ചെയ്യാൻ. നമ്മൾ നഖത്തിൻ്റെ ക്യൂട്ടിക്കിൾ അല്ലേ, അത് കട്ട് ചെയ്യുന്നൊരു സാധനമാണ്. കണ്ടോ, ഭയങ്കര ഷാർപ്പാണെന്ന് തോന്നുന്നു. ക്യൂട്ടിക്കിൾ മീൻസ് ഈ സൈഡൊക്കെ ഇല്ലേ, അതിങ്ങനെ പിടിച്ചിങ്ങനെ കട്ട് ചെയ്ത്. ഓ കൊള്ളാം. ഇതിൻ്റെ ഒരു വേറെ മോഡലായിരുന്നു ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അതിൻ്റെ ഷാർപ്നെസ് പോയി. അപ്പോൾ ഒന്ന് എക്സ്ട്രാ ഈ മോഡൽ സിസർ മോഡലിലൊന്ന് മേടിച്ചു. ഇനി നമുക്ക് ഐബ്രോസ് ഒക്കെ കട്ട് ചെയ്യാനും ഇത് ഉപയോഗിക്കാം കേട്ടോ. അപ്പം അടുത്ത ഒരു പ്രൊഡക്റ്റ് എന്താണെന്ന് വെച്ചാൽ, ഇതൊക്കെ ഒരു ക്യൂരിയോസിറ്റിയുടെ പുറത്ത് മേടിച്ചു കേട്ടോ. ചില സാധനങ്ങൾ ഇതൊരു ഫേസ് ഷീറ്റാണ്. ഇത് വലുതാണ് ഭഗവാനെ, കൊണ്ടോ. ഇതിങ്ങനെ നമുക്ക് ഇടാൻ പറ്റും, ഇങ്ങനെ ഇടാൻ പറ്റും. എന്തിനാന്ന് വെച്ചാൽ നമുക്കിങ്ങനെ, ഞാനിത് എന്തിനാണ് വാങ്ങിച്ചതെന്ന് വെച്ചാൽ, നമുക്ക് ചില അലോവേറ ഒക്കെ അതുപോലെ ഫേസ് പാക്കുകളൊക്കെ ഉണ്ടാവുമല്ലോ, ചിലതിങ്ങനെ വീണ് പോകുന്ന ടൈപ്പുകളൊക്കെ. ഈ ചിലപ്പോൾ നമ്മൾ ജ്യൂസൊക്കെ ചെയ്യുന്ന ഫ്രൂട്ട്സിൻ്റെ ഇതൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ ഇങ്ങനെ മുഖത്ത് പെട്ടെന്ന് ഇങ്ങനെ അപ്ലൈ ചെയ്യാൻ ഇതിങ്ങനെ ഇട്ടിട്ട് ഇതാക്കാം. അപ്പോൾ ഇതിലിങ്ങനെ വീട് പോകത്തില്ല, അവിടെ നിന്നോളും. ഓക്കെ, അതാണിത്. ഇതും കൊള്ളാം. ഞാൻ വിചാരിച്ച ഇതിൻ്റെ ക്വാളിറ്റി എന്തായിരിക്കും, ഇത് യൂസ്ഫുൾ ആവുമെന്ന് ഞാൻ ആലോചിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇങ്ങനെ വെച്ച് നോക്കിയപ്പോൾ ഇത് നല്ല പെർഫെക്റ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്. ഈ ചെവിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇട്ട് വെക്കാം. ഓക്കെ, അത് കഴിഞ്ഞു. അടുത്തത് വന്നിട്ട് ഒരു ഹ്യൂമിഡിഫയർ ആണ്. ഇതൊരു ചോട്ട ഹ്യൂമിഡിഫയർ ആണ്. ഇതിൽ നമുക്ക് പെർഫ്യൂംസ് അല്ലല്ലോ, നമ്മളെ സെൻ്റൊക്കെ ഉണ്ടാവുമല്ലോ, നല്ല സ്മെല്ലുള്ള റൂമിലൊക്കെ ലിക്വിഡ് ടൈപ്പ്, എസെൻസ് ടൈപ്പ്. അപ്പോൾ ഇതിൽ നമ്മൾ വെള്ളം നിറച്ചിട്ട്, ഇതൊരു സാധനമുണ്ട്, ചാർജ് ചെയ്യാണോ അല്ലെങ്കിൽ കുത്തി വെച്ചിട്ട് ഉപയോഗിക്കുന്നതാണോ എന്നറിയില്ല, അത് വർക്ക് ചെയ്ത് നോക്കണം. അപ്പോൾ ഇതിൻ്റെ അകത്ത് വെള്ളം ഒഴിച്ച് ആ ഒരു എസെൻസ് ഒഴിച്ച് നമുക്കിങ്ങനെ എവിടെയെങ്കിലും ഓൺ ചെയ്ത് വെച്ചാൽ നല്ല മണം ഉണ്ടാവും റൂമിനൊക്കെ. പിന്നെ ഇത് ഫുള്ളിങ്ങനെ ലൈറ്റ് കത്തുന്നതാണ് അതിൽ വെബ്സൈറ്റിൽ പറഞ്ഞിരിക്കുന്നത്. ഉപയോഗിച്ച് നോക്കിയിട്ട് ഞാൻ കാണിച്ചു. അപ്പോൾ അടുത്ത പ്രൊഡക്റ്റ് ഒരു ഹെയർ ബോണറ്റാണ് കേട്ടോ. ഹെയർ ബോണറ്റ് എന്ന് ഞാൻ എനിക്ക് പറയാം ആയിരിക്കും. ഇതെന്തിനാണ് വാങ്ങിച്ചതെന്ന് വെച്ചാൽ, നമ്മളിങ്ങനെ രാത്രി കിടന്നുറങ്ങുമ്പോഴേക്കും മുടിയൊക്കെ മൊത്തം ഇതിനകത്തിട്ടിട്ട് ഇങ്ങനെ ഫുള്ള് മുടി ഇതിനകത്തിട്ട് കഴിഞ്ഞിട്ട് മുഴുവൻ മുടി ഇതിൽ കയറ്റണേ. ഇപ്പം ഞാൻ കയറ്റുന്നില്ല. ഇതിങ്ങനെ കഴിഞ്ഞിട്ട് നമുക്കിതിങ്ങനെ നമ്മളെ ആവശ്യത്തിനനുസരിച്ച് ഇങ്ങനെ ഇതിങ്ങനെ കെട്ടി വെക്കാൻ പറ്റും, അഴിഞ്ഞു പോകണ്ടൊക്കെ. ഇതിപ്പോൾ നമുക്ക് ബാക്കിലോട്ടൊക്കെ കെട്ടി വെക്കാം കേട്ടോ. ഇത് ഞാനിപ്പം ജസ്റ്റ് കാണിച്ചെന്നേ ഉള്ളൂ. അതിൻ്റെ മുടിയൊക്കെ പോയി, കുഴപ്പമില്ല. അപ്പോൾ ഇതും അടിപൊളിയാണ്, ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. അടുത്ത പ്രൊഡക്റ്റ് ഇതൊരു ജെൽ നെയിൽ പോളിഷ് റിമൂവറാണ്. ഇപ്പം ഞാൻ ഇട്ടിരിക്കുന്നത് ഇപ്പം ജെൽ നെയിൽ പോളിഷാണ് ഇപ്പോൾ ഇട്ടിരിക്കുന്നത്. ഈ ജെൽ നെയിൽ പോളിഷ് നമുക്ക് റിമൂവ് ചെയ്യാൻ ഭയങ്കര പാടാണ്, ചെറിയ റിസ്ക് എടുക്കണം. അപ്പോൾ ഇത് ഈസി ആയിട്ട് നമുക്ക് റിമൂവ് ചെയ്യാമെന്നാണ് പറയുന്നത്. ഇതൊരു ലിക്വിഡ് ടൈപ്പാണ്. ഇത് ഒന്ന് നമ്മുടെ ജെൽ നെയിൽ പോളിഷ് ഒന്ന് അതിൻ്റെ ഫസ്റ്റ് ലെയർ ഒന്ന് അരച്ച് മാറ്റിയിട്ട് ഇതിട്ടതിന് ശേഷം വെയിറ്റ് ചെയ്യാൻ തോന്നും. 5 മിനിറ്റ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ അതിങ്ങനെ പൊളിഞ്ഞ് വരുന്നൊക്കെയാണ് പറയുന്നത്. ഉപയോഗിച്ച് നോക്കണം, അറിയില്ല. അപ്പോൾ അടുത്ത പ്രൊഡക്റ്റ് വന്നിട്ട് ഞാനൊരു സ്റ്റാൻഡ് മേടിച്ചു, നമ്മുടെ മൊബൈൽ സ്റ്റാൻഡ്. ഇത് നോർമൽ നമുക്കിങ്ങനെ ക്ലാപ്പ് ചെയ്ത് വെക്കാൻ പറ്റുന്ന മൊബൈൽ സ്റ്റാൻഡാണ് കേട്ടോ. നമുക്ക് എവിടെയെങ്കിലും ഇങ്ങനെ ടേബിളിൻ്റെ മുകളൊക്കെ ഇങ്ങനെ കുത്തി വെച്ചിട്ട് നമുക്കിങ്ങനെ ഇപ്പം കിച്ചണിലൊക്കെ നിൽക്കുന്ന സമയത്താണെങ്കിലും നമുക്ക് വീഡിയോ ഒക്കെ പ്ലേ ചെയ്ത് ഫോണിങ്ങനെ മൂവീസൊക്കെ വെച്ച് ഇങ്ങനെ വെക്കാൻ പറ്റിയൊരു ടൈപ്പാണ്. ഇതും എംബ്രോയിഡറി ചെയ്യുന്നില്ല, സാധനം അതാണ്. പിന്നെ അടുത്തൊരു പ്രൊഡക്റ്റ് വന്നിട്ട് ഇതും ഒരു ക്യൂരിയോസിറ്റിയുടെ പുറത്ത് മേടിച്ചൊരു സാധനമാണ്. ഇത് കണ്ടോ, ഇത് നമുക്ക് എന്താണോ, ഇതൊരു ഫുഡ് സോക്സ് ആണ്. ഇതൊരു ഫുഡ് സോക്സ് ആണ്.
ഇത് നമുക്ക് കാലിലൊക്കെ എന്തെങ്കിലും മോയ്സ്ചറൈസർ എന്ന് ഇട്ട് കഴിച്ച് നമുക്ക് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് സമയം അത് കാലിൽ പിടിച്ച് നിൽക്കും. പിന്നെ എന്തെങ്കിലും മാസ്കുകൾ അപ്ലൈ ചെയ്തിട്ട് വേണമെങ്കിൽ ഇത് ഇടാം. പക്ഷേ ഇതെങ്ങനെ ചീത്തയായി പോകുമെന്ന് അറിയില്ല. അപ്പോൾ ഇതൊരു യൂസ്ഫുൾ ഐറ്റം തന്നെയാണെന്ന് തോന്നുന്നു. നമുക്കിതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ കംഫർട്ടായിട്ട് കുറച്ച് ഉറങ്ങാനോ നടക്കാനൊക്കെ പറ്റുമെന്നറിയില്ല. എന്തായാലും ഇത് ഉപയോഗിച്ച് നോക്കാം. ഐറ്റം ഇതാണ്. നെക്സ്റ്റ് വന്നിട്ട് ഒരു സ്മോൾ ഹ്യൂമിഡിഫയർ ആണ്. ഇത് അതിൻ്റെ ചാർജിങ് കേബിളാണ്. ചോട്ട ഇതും ഇതിൻ്റെ ഒരു ആവശ്യം ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം അതിന് വേണ്ടി മേടിച്ചാണ്. ഇതൊരു സ്മോൾ, ഇതൊന്ന് ചാർജ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്ന കേട്ടോ. ഇവിടെ ഒരു ബട്ടണൊക്കെ ഉണ്ട്. ഇത് നമ്മൾ വെള്ളം നിറയ്ക്കണം ഈ ഭാഗത്ത്. അപ്പോൾ ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ ഇന്നത്തെ വീഡിയോ. ഇതൊരു ചെറിയൊരു കുട്ടി അൺബോക്സിങ് വീഡിയോ ആയിരുന്നു. പിന്നെ നമ്മുടെ നാട്ടിലൊന്നുള്ളവർക്ക് ഈ ആപ്പ് ഉപയോഗിക്കാൻ പറ്റില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ചൈനീസ് ആപ്പുകളൊക്കെ നമ്മുടെ നാട്ടിലില്ല, അതൊക്കെ ബാൻഡ് ആണല്ലോ. പക്ഷേ ദുബായ് ഇതുപോലെ വേറെ കൺട്രീസിലുള്ളവർക്കൊക്കെ ഈ ആപ്പ് ഉപയോഗിക്കാം. പിന്നെ ഡെലിവറി ഒക്കെ ഭയങ്കര ഫാസ്റ്റായിട്ട് ചെയ്യുന്നുണ്ട്. എല്ലാം വെബ്സൈറ്റിൽ തന്നെ എല്ലാ അപ്ഡേഷനൊക്കെ ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് വിശ്വസിച്ച് മേടിക്കാൻ പറ്റുന്ന ഒരു ആപ്പ് തന്നെയാണിത്. പിന്നെ ക്വാളിറ്റിയും വലിയ കുഴപ്പമൊന്നുമില്ല, ഓക്കെയാണ്. നമ്മൾ കൊടുക്കുന്ന പ്രൈസിന് ഓക്കെയാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ.